എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു പൊരിയൽ. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു കാര്യമാണ്, എന്നാൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നതാണ്. അപ്പൊ ഒരു എളുപ്പം ഒരു ലഞ്ച് ഉണ്ടാക്കണം. അപ്പൊ അതിന് തൈര് സാധാണ്. അപ്പം വിനേട്ടൻ പറയണേ നമുക്ക് ഇതും കൂടെ ഒന്നുണ്ടാക്കാം, ഉരുളക്കിഴങ്ങ് പൊരിയലെന്ന്. പക്ഷെ തൈര് സാധനത്തിന് ഇത് നന്നായി യോജിക്കും, നല്ല ടേസ്റ്റിയാണ്, എളുപ്പം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെയൊക്കെ മുറിച്ചു. ഇതൊക്കെ കണ്ടോ, വലിയ ഒരേപോലത്തെ സൈസൊന്നുമല്ല, എന്നാലും താരതമ്യേന ഒരേപോലെ, പിന്നെ ചെറുതും, അധികം കനമില്ലാതെ. ഇതൊരു പൊരിയൽ പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് കഴുകി വെള്ളം വാരാൻ വെച്ചതാണ്. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിടണം, ഉണക്കമുളക് ഇടണം. എന്നിട്ട് നമ്മൾ എണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് സ്വാദ്. വെളിച്ചെണ്ണ ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് വളരെ കുറച്ച് മതി, ഒരുപാട് കടുകൊന്നും വേണ്ട. അപ്പം അതിൻ്റെ ഒരു സ്വാദ് കിട്ടില്ല. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഈ കടുക് പൊട്ടി. അപ്പം അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിയാണ് ഈ സ്വാദ്. പിന്നെ നമ്മൾ കരിവേപ്പിലയും ചേർക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നു, ഇത്രയൊക്കെ മൂത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളിത് നന്നായി കിടന്ന് മൂപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടിയായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക്, അതായത് മുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മുളകും ചേർക്കാം. ഇവിടെ മുളക് പൊടി ഇതിൽ ചേർത്താൽ ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ മുളക് ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും ഇപ്പം തന്നെ ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന്. അധികം ആവണ്ട, ഉരുളക്കിഴങ്ങല്ലേ, അധികമായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇളക്കി കൊടുത്തു. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് ഒന്ന് അടച്ചിടുകയാണ്. കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നു വെച്ച് വേവിക്കാം. ഇപ്പം ഒന്ന് അത് അടഞ്ഞിരിക്കട്ടെ, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി. അപ്പം വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇട്ടപ്പുള്ള വെള്ളം ഉണ്ടല്ലോ, അത് വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടപ്പ് മാറ്റി വയ്ക്കാം. അത് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകരുതല്ലോ, വേറിട്ട് കിട്ടണം. അപ്പം അതിന് അങ്ങനെ തുറന്നിരിക്കട്ടെ. ഇനി കുറച്ച് ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയാണ് ചേർക്കണം കേട്ടോ, വളരെ കുറച്ച്. പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഒന്ന് ഈ പൊടിയൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. എരിവിൻ്റെ കാര്യം ഇവിടെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നത്. നന്നായിട്ട് നല്ല സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടിയൊക്കെ ചേർക്കാം കേട്ടോ, കുരുമുളക് പൊടിയൊക്കെ. അതവിടെ ഇരുന്നിട്ടൊന്ന് നന്നായി ഫ്രൈ ആയി വരട്ടെ. അപ്പം അതേ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിയിലൊക്കെ റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണം. ലാസ്റ്റ് കുറച്ച് നെയ്യ്, ഒരു സ്വാദാണത്. ഉരുളക്കിഴങ്ങും നെയ്യും തമ്മിൽ നല്ല ചേർച്ചയാണ്. വെണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. ഇപ്പോൾ അതൊന്ന് അങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടോ, പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. ഒരുപാട് ഓയിലൊന്നും നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല. എണ്ണയിൽ വറുത്തിറക്കുന്ന ആ എഫക്റ്റൊന്നുമല്ല. ഒരു മെഴുക്ക് പുരട്ടി പോലെ തന്നെയാണ് ശരിക്കും. എന്നാലും വളരെ ലളിതവുമാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് ഇതിനുണ്ട്. നമുക്ക് നല്ല ഇപ്പോൾ തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ നന്നായി ചേർന്ന് പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണിത്. നല്ലൊരു സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അപ്പം ഞാനിത് ഓഫ് ചെയ്യാൻ കേട്ടോ. അതേ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിയിലൊക്കെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അത് തൈര് സാദത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. കൂടെ ഒരു കടുമാങ്ങയുണ്ട്, പിന്നെ ഒരു ചമ്മന്തിയുണ്ട്. കടുമാങ്ങി ഇവിടെ ഉണ്ടാക്കിയ കടുമാങ്ങ തന്നെയാണ്. ഇങ്ങനത്തെ ലളിതമായ ഭക്ഷണങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പൊരിയിലൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണല്ലോ. കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അപ്പോൾ നല്ലൊരു സാധനമാണ്, എന്നാൽ ഒരു കുഞ്ഞു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഉരുളക്കിഴങ്ങ് പൊരിയൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയുകയും വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.